റെസ്പോൺസ് നല്ല റെസ്പോൺസാണ്. നിങ്ങൾക്ക് എന്താ കിട്ടിയ? ഞാൻ തന്നെ അത് പറയുന്നതിൽ കാര്യമില്ലല്ലോ, പ്രേക്ഷകർ പറയുന്നില്ല. അത് നല്ല റെസ്പോൺസാണ്. അതുകൊണ്ടാണല്ലോ സെക്കൻഡ് വീക്ക് ഞാൻ ട്രിവാൻഡ്രം വന്നിരിക്കുന്നത്. പ്രധാനമായും ചേച്ചിയുടെ ഈ റിലീസിന് മുന്നേ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഈ ബോംബ് അല്ലെങ്കിൽ പടക്കം എന്നൊക്കെ രീതിയിൽ അത് ബാക്ക് ഫയർ ചെയ്തു. അത് സാധാരണ ഒരു സിനിമ ഇറങ്ങുമ്പോൾ പ്രേക്ഷകരുടെ കമന്റ്സ് അങ്ങനെ ആവാറാണ് പതിവ്. അതുകൊണ്ട് ഞാൻ അതിനെ സെൽഫ് റോൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ബാക്ക് ഫയർ ആയോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഹാപ്പിയാണ്. അതെല്ലാം ഞാൻ നമ്മുടെ പടം ഒന്ന് തിയേറ്ററിൽ നിന്നൊക്കെ പോട്ടെ, ഇപ്പൊ തിയേറ്ററിൽ സെക്കൻഡ് വീക്ക് നന്നായി പോകുന്നു. എറണാകുളം സിറ്റീസ് ആണ് കേട്ടോ കൂടുതൽ പോണേ. ഞാനിപ്പോ നന്നായി പോകുന്നു എന്ന് പറയുമ്പോൾ കുറെ പേര് പോയിട്ട് വില്ലേജസിലൊക്കെ സെർച്ച് ചെയ്യുമായിരിക്കും. അവിടെ നമ്മളിത് കുറച്ച് സെന്റേഴ്സിൽ റിലീസ് ചെയ്തൊരു പടമാണ്. ഡയറക്ടർ പറഞ്ഞോളൂ, നമ്മൾ വളരെ കുറച്ച് സെന്റർ ആയിരുന്നുള്ളൂ. മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത സിറ്റീസ് ആണ് ട്രിവാൻഡ്രം, എറണാകുളം, കാലിക്കറ്റ്, തൃശ്ശൂർ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്താണ് മെയിൻലി റിലീസ് ചെയ്തത്. ബാക്കി കുറച്ച് തിയേറ്റേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പ്രൊമോഷനും ഒക്കെ ഉദ്ദേശിച്ച് കൂടുതലും സിറ്റീസ് ആയിരുന്നു. അപ്പോൾ ആ ഏരിയസ് എല്ലാം നന്നായിട്ട് സെക്കൻഡ് വീക്കും പോകുന്നുണ്ട്, ഹൗസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. ഈ റിവ്യൂസിന് അഭിപ്രായത്തിൽ കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇവിടെയുള്ള റിവ്യൂസിന് വളരെ പോസിറ്റീവായിട്ട് റിവ്യൂസ് അല്ല വന്നിരുന്നത്. അത് ചേച്ചി എന്തായാലും കണ്ടിട്ടുണ്ടാവും. അതിനോടുള്ള എന്താണ് പ്രതികരണം? ഞാനിപ്പോൾ അത് ശ്രദ്ധിക്കാറില്ല. കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഇങ്ങനെ പറഞ്ഞു ഒന്ന് രണ്ട് റിവ്യൂസ് ഇട്ടിട്ടുണ്ട് നെഗറ്റീവ് എന്നുള്ളത്. അപ്പം ഞാൻ വളരെ പോസിറ്റീവില് നിൽക്കുമ്പോൾ ഞാൻ എന്തിനാണ് നെഗറ്റീവിലേക്ക് പോകുന്നത്? ഞാൻ അങ്ങനെ ഒരാളാണ്. ഞാൻ പോസിറ്റീവ് മാത്രം എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന, എനിക്കൊരു നെഗറ്റീവ് പ്രശ്നം എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ പോലും ഞാൻ മറ്റുള്ളവർക്ക് അത് കൊടുക്കാതെ മറ്റുള്ളവരെ മാക്സിമം ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന, പോസിറ്റീവ് കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റേത്. അപ്പം ഞാൻ വളരെ പോസിറ്റീവിൽ നിൽക്കുന്നു, എൻ്റെ ക്രൂ എൻ്റെ കൂടെ നിൽക്കുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ഈ നെഗറ്റീവ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പടം നന്നായിട്ടാണ് പോകുന്നത്, വളരെ നല്ല ഒപ്പീനിയനിലാണ് പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ പിന്നെ ഞാനത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരവരുടെ വഴിക്ക് അവർ നീങ്ങട്ടെ, നോ പ്രോബ്ലം ആണ് അത്. ഞാൻ സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അത്. ഞാൻ എന്തിനത് സ്വീകരിക്കണം? എന്റെ സിനിമയിൽ മാത്രം ഞാൻ സ്വീകരിച്ച പോരെ? റിവ്യൂവേഴ്സിന്റെ നെഗറ്റീവിനെ ഞാൻ സ്വീകരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാനത് എന്റെ മാത്രമല്ല, ഇറ്റ് ഇസ് നോട്ട് മൈ കൺസേൺ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഞാന് അത് കണ്ടു. അത് പക്ഷെ കണ്ടില്ല. അത് അദ്ദേഹം ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്തായിട്ടാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അത് വേറെ പിന്നീട് അത് മാധ്യമങ്ങളൊക്കെ അത് എടുത്ത് ന്യൂസാക്കിയായിരുന്നു. അതിനെപ്പറ്റിയും ഞാൻ എന്ത് പറയാനാണ്? അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. അതിനെപ്പറ്റിയും പ്രത്യേകിച്ചൊന്നും കമന്റ് ചെയ്യാനില്ല. ഇല്ല, എന്താണ് കമന്റ് ചെയ്യേണ്ടത്? ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ ഇവിടെ നിന്നിട്ട് ടാർണിഷ് ചെയ്യണോ? ഇല്ല, ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ആ സിനിമ കാരണമുണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് ഷീലുപുരം തുറന്നു പറഞ്ഞിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാനേ ഒരു പ്രൊഡ്യൂസറാണ്, നടി മാത്രമല്ല. അപ്പൊ എന്നെ പോലെ ഉള്ളവർ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വിരള എണ്ണാനുള്ളവരെ കിട്ടുള്ളൂ. ഒരു പൈസ മുടക്കിയിട്ട് അഭിനയിക്കുകയും ചെയ്യുന്നവര്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം എന്നോട് എല്ലാവരും കാണിക്കും. അത് നെഗറ്റീവായിട്ടായിരിക്കും കൂടുതൽ കാണിക്കുന്നത്. അപ്പൊ അതിന് പറയുന്നതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല. അവര് പറഞ്ഞോട്ടെ, എന്റെ നഷ്ടം തന്നെയാണ്. അത് ഞാൻ എവിടെ ഒന്നും പറയും. അല്ലെങ്കിൽ നഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവര് തെളിവ് സഹിതം കാണിക്കട്ടെ നഷ്ടമല്ലാന്ന്. നഷ്ടമെന്ന് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? അവർക്ക് പറയാൻ പറ്റുമോ നഷ്ടമല്ലാന്ന്? അല്ലേ? എനിക്ക് അദ്ദേഹത്തെ നെഗറ്റീവായിട്ട് ബാധിച്ചായിട്ടാണ് തോന്നുന്നത്. സിനിമയെ നെഗറ്റീവായിട്ട് ബാധിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു വ്യക്തിത്വങ്ങളെയാണ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. നമ്മളിപ്പോ ഒരു കമന്റ് പറയുമ്പോൾ ഇപ്പം അതൊരു വ്യക്തിയെ ബാധിച്ച ഒരു കമന്റ് ആയിട്ട് എനിക്ക് തോന്നി. അത് ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ എന്നെ ബാധിക്കുന്ന കമന്റ് ഒന്നും അല്ല. എൻ്റെ ആ ഒരു സിനിമ നഷ്ടമായിരുന്നു എന്നുള്ളത് അത് വളരെ മുതൽ മുടക്കിയെടുത്തൊരു സിനിമയാണ്. ഈ സിനിമ അങ്ങനെയല്ല. ഇതൊരു കൊച്ചു സിനിമയാണ്, ചെറിയ ചിത്രമാണെന്നുള്ളത് ബിഗിനിങ് ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പം ഞാൻ ഇപ്പം ആ സിനിമ അങ്ങനെയല്ലായിരുന്നു. ഇത് വളരെ മുതൽ മുടക്കി എടുത്തൊരു ചിത്രം തന്നെയാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് എന്നോട്, ഓഫ് കോഴ്സ് ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന പോലെ, ഇപ്പൊ എന്നെ ഇവിടെ പിടിച്ചുനിർത്തി ചോദിക്കുന്ന പോലെ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി കള്ളം പറയേണ്ട ആവശ്യമില്ല. സിനിമ നഷ്ടം തന്നെയായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഞാൻ പോസ്റ്റിനോട് മറുപടി പറയണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇല്ല, അതിനോട് മറുപടി പറയാറായിട്ടില്ല. ഇപ്പൊ എന്റെ ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുവല്ലേ.
ഇത് തിയേറ്ററിൽ നിന്നൊക്കെ പോയി ഇതിന്റെ ഒരു റിസൾട്ട് വന്നിട്ട് ഞാൻ മറുപടി പറഞ്ഞ പോരെ. അതല്ലേ അതിന്റെ ഒരു ശരി. ശരി. പിന്നെ ഞാൻ എന്താണെന്നറിയോ, ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഓരോരുത്തര് ഇപ്പം അത് സിനിമ ആൾക്കാരായിക്കോട്ടെ, വ്യൂവേഴ്സ് ആയിക്കോട്ടെ, ആര് മറുപടി പറയുന്നതിനെല്ലാം ഉത്തരം പറയാനായിട്ട് ഞാൻ നിൽക്കാറില്ല. അതെൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് എനിക്ക് തോന്നാറുമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിനെല്ലാം ഉത്തരം പറയേണ്ടതായിട്ടാണ്? ഡയറക്റ്റ് അറ്റാക്ക് വരുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് അറ്റാക്ക് അല്ലേ എല്ലായിടത്തുനിന്നും വരുന്നത്? എവിടെയാണ് ഇൻഡയറക്റ്റ് വരുന്നത്? എല്ലാം ഡയറക്റ്റ് അല്ലേ വരുന്നത്? അതിനെല്ലാം മറുപടി പറയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിന് സമയം കാണുള്ളൂ. അത് നമ്മൾ ഒരു വഴിക്ക് വിട്ടേക്കുക, ഈ വഴിക്കൂടെ നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട് പോകുക. അതിനൊരു മറുപടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞത് ഒരു സംവിധായകൻ എന്ന രീതിയിൽ അബ മൂവീസിന്റെ ഒരു സപ്പോർട്ട് ഈ സിനിമയിൽ ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ്. അപ്പൊ എന്റെ മുൻകാല സംവിധായകർക്കും ഇതേ ഫെസിലിറ്റി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അതില് അത് ഞാൻ നേരത്തെ തുറന്നു പറഞ്ഞതാണ്. എനിക്ക് വെച്ച് പറയാം. മനോജ് പാലോടൻ പറഞ്ഞ ഒരു വസ്തുതയാണ് ഇപ്പൊ പറഞ്ഞത്. ഒരുപക്ഷെ എന്നെ ഓർമ്മിപ്പിച്ചത് നന്നായി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എനിക്ക് പറയാൻ പറ്റുമല്ലോ, 15ാമത്തെ സിനിമയാണ് അബ മൂവീസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങള് ബിഗിനിങ്ങില് അത്യാവശ്യം സൂപ്പർ സ്റ്റാർസിനെയൊക്കെ വെച്ച് നല്ല മുതൽ മുടക്കിൽ ചെയ്ത സിനിമകളുണ്ട്. പിന്നെ ഒരിടക്കാലത്ത് നമ്മൾ കോവിഡ് ടൈം കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊന്ന് കുഞ്ഞ് ഇൻ ദ സെൻസ് ചെറിയ സിനിമകൾ ചെയ്യാൻ തുടങ്ങി. മുതൽ മുടക്ക് കുറച്ച് സേഫായിട്ട് നിന്നുകൊണ്ട് സിനിമ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഇപ്പൊ വന്നിട്ട് ഞങ്ങൾ ചെയ്തതിലെ ബെസ്റ്റ് സിനിമ, ബെസ്റ്റ് ഫെസിലിറ്റീസ് ഒരു സംവിധായകന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ സംവിധായകന് തന്നെയാണ്. അതെനിക്ക് എവിടെ നിന്നും പറയാം. അപ്പം ആ ഒരു സംവിധായകനാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ദ ബെസ്റ്റ് ഫെസിലിറ്റി, വേറെ ഒരു സംവിധായകർക്കും കിട്ടാത്ത ബെസ്റ്റ് ഫെസിലിറ്റി, വളരെ നല്ല മുതൽ മുടക്കിൽ ചോദിച്ച ഒന്നിനും നോ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സെറ്റിൽ എല്ലാം ഏസായിരുന്നു. പക്ഷെ മനോജിനറിയാം, മനോജിനോടൊക്കെ ഒരുപാട് നോ പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവായിട്ടുണ്ട്. അത് ഞാനിപ്പോ ഈ നിമിഷം ഇന്നിപ്പോ 8ാമത്തെ ദിവസം ഇവിടെ നിൽക്കുമ്പോൾ ഇന്നും മേഡം ഇവിടെ നിന്ന് വരാനും അതിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് വളരെ വലുതാണ്. അത് നമുക്ക് ഇവിടെ തുറന്നു പറയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അത്രയും ബെസ്റ്റ് ഫെസിലിറ്റി കൊടുത്ത ഒരു ചിത്രമായിരുന്നു ആ ചിത്രം. ബാഡ് ബോയ്സ് എന്ന് തന്നെ പറയാം. ബാഡ് ബോയ്സ് അത്രയും ഫെസിലിറ്റി ഞങ്ങൾ ഫുൾ ക്രൂ മെമ്പേഴ്സിനും ചിത്രം എടുക്കുന്നതിന് ഒന്നിലും പിശുക്ക് കാട്ടിയിട്ടില്ല. വളരെ എന്താ പറയുക, ഹാപ്പി ആയിട്ട് തന്നെ ഞങ്ങൾ നിന്ന ഒരു ചിത്രമാണ്. എന്തോ അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പോഴേ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇനി സിനിമയായിട്ട് സഹകരിക്കണമെന്നുള്ളത് തന്നെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല ഇപ്പൊ ഉടനെ ഒന്നും ഉണ്ടാവില്ല. ബ്രേക്ക് എടുക്കും തീർച്ചയായിട്ടും. പിന്നെ ഇൻഡസ്ട്രിയുടെ അവസ്ഥ ഇപ്പൊ അതാണ്, നന്നായിട്ട് പോകുന്നില്ല. കുറച്ച് പ്രശ്നമാണ് സിനിമകൾ. ഇല്ല. ഈ അമ്മ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായിരുന്നത്. ഷീല ഇബ്രാഹിം ഒരു പത്രിക സമർപ്പണം നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് അഭ്യൂഹം മാത്രമാണോ അതോ പത്രിക സമർപ്പിച്ചിട്ടുണ്ടോ? അഭ്യൂഹമാണ്, സമർപ്പിച്ചിട്ടില്ല. പ്രത്യേകിച്ച് വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ കിടന്ന് ഷീലുവിന്റെ തന്നെ പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ. സ്ത്രീകളെല്ലാവരും കൂടി ചേർന്ന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതെല്ലാം പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും മുൻനിർത്തിയ സ്ഥാനാർത്ഥിയുണ്ടോ? ഇല്ല, ഞാൻ ഇതിലൊന്നും ഒരു ഗ്രൂപ്പിലുള്ള ആളല്ല. ഞാൻ എല്ലായിടത്തും ഒറ്റയ്ക്ക് നിൽക്കുന്ന, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന, ഒറ്റയ്ക്ക് പോരാടുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ ഒരു ഗ്രൂപ്പിലില്ല, ആരുടെയും കൂടെ ഇല്ല. എൻ്റെ കൂടെ ഇപ്പോഴും ആരുമില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒറ്റയ്ക്ക് തന്നെയാണ്. ഞാൻ ഗ്രൂപ്പിൽ നിന്ന് എപ്പോഴും ലെഫ്റ്റ് ആയി. ഞാൻ 1 വീക്ക് ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഞാൻ ആ 1 വീക്ക് കഴിഞ്ഞത് പോയ ഒരാളാണ്. ഞാൻ ഒരു ഗ്രൂപ്പിൽ, അത് അമ്മ റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല, ഞാൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. എനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളും, എനിക്കിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കണ ഇഷ്ടമുള്ള ആളല്ല. എനിക്ക് ആരോടെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഫോൺ വിളിക്കും, സംസാരിക്കും. അപ്പം ഞാൻ ഈ ഗ്രൂപ്പ് ചർച്ചകളോടും ഒന്നും അത്ര താല്പര്യമുള്ളൊരു വ്യക്തിയല്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് മാറി. അതിന് കാരണം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് മാറി. ഈ തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുന്നതാണ്. കാരണം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന് ഗ്രൂപ്പുമായിട്ടൊന്നും ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും പല ഗ്രൂപ്പുകൾ പലയിടത്തും ഉണ്ടാവും. ഇതൊന്നും ആരെയും ബാധിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ആരുടെയും ഗ്രൂപ്പ് നോക്കിയല്ല ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യുന്നത്. ഞാൻ ആ വ്യക്തിയുടെ ഒരു വ്യക്തിത്വം നോക്കിയിട്ടും അദ്ദേഹത്തിന് എത്രത്തോളം അമ്മയെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നും ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഒരു വ്യക്തിക്ക് വോട്ട് കൊടുക്കുന്നത്. ഒരു ഗ്രൂപ്പിനും എന്നെ സ്വാധീനിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് പ്രസിഡന്റ് ആവാൻ താങ്കൾ ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ആളൊന്നും ഇപ്പൊ ലിസ്റ്റിലില്ല. ഇപ്പൊ ഈ നിൽക്കുന്ന നോമിനേഷൻസിൽ ഞാൻ ആഗ്രഹിക്കുന്നവരാരുമില്ല.